ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. റംലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് റംലാസ് കിച്ചണിൽ കൊണ്ടുവന്ന റെസിപ്പി എന്ന് പറയുന്നത് ഒരു മുട്ട നിറച്ചതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു തട്ടുകട തുടങ്ങിയിട്ടുണ്ട്. ആ തട്ടുകടയിലേക്ക് ഞാൻ കുറേ പലഹാരങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സ്നാക്കുകൾ, അതിൻ്റെ കൂടെ എനിക്ക് എന്നും ഇത് സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മളെ ഈ മുട്ട നിറച്ചത്. പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി വെക്കേണ്ട ടൈമേ ഉള്ളൂ, അത് തീർന്ന് കിട്ടും. അടിപൊളി ടേസ്റ്റാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ പോയിട്ട് വീഡിയോ കണ്ടു നോക്കാം. എളുപ്പത്തിൽ തന്നെ ചായക്ക് നമുക്കൊരു മുട്ടയൊക്കെ പോയെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നാൽ ശരി, നമുക്കിതെങ്ങനെയാണ് ഈ മുട്ട നിറക്കുന്നത് എന്ന് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് ഒന്ന് പോയിട്ട് കണ്ടു നോക്കിയാലോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് തരണം, സപ്പോർട്ട് തരണം. അതേപോലെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതേപോലെ അതിൻ്റെ മുകളിൽ കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടനും കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. എന്നാൽ ശരി, നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ ഈ മുട്ട നിറക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടി ആദ്യം ചെയ്യുന്നത് ഈ മുട്ടയ്ക്ക് നമുക്ക് കുറച്ച് മസാലകൾ ഉണ്ടാക്കണം. അതിന് 2 തരത്തിലുള്ള മസാലകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റിൽ ഞാൻ ഉണ്ടാക്കുന്ന മസാല നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടി ഒരു ഫ്രൈ പാൻ എടുത്ത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു ടേബിൾ സ്പൂണോളം സാധാരണ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 ഉള്ളിയും 2 പച്ചമുളക്, ഒരു ചെറിയ ഇഞ്ചി, ഇതൊക്കെ പൊടിയായി അരിഞ്ഞത് കൊണ്ടുവന്നിട്ട് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ വാടി വരണം. നല്ലതുപോലെ തന്നെ വാടിയിട്ടൊക്കെ വരണം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാടിയിട്ട് വരുമ്പം പിന്നെ നമ്മൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കുഞ്ഞ് ക്യാരറ്റാണ്. ക്യാരറ്റും ഇതേപോലെ പൊടിയായി അരിഞ്ഞതാണ്. അതും ചേർത്ത് കൊടുത്ത് പിന്നെ അതും നല്ലതുപോലെ തന്നെ വാടി വരണം. അധികം വാട്ടിയിട്ടെടുക്കുകയൊന്നും വേണ്ട. ഇങ്ങനെ തിന്നുമ്പോൾ ഒന്ന് കടിക്കുന്ന രൂപത്തിൽ വേണം നമുക്കിതൊന്ന് വാട്ടിയിട്ടെടുക്കാം. അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്ന രൂപത്തിൽ വേണം നമുക്കിതൊന്ന് വാട്ടിയിട്ടെടുക്കാം. നമ്മളെ ക്യാരറ്റും അതേപോലെ തന്നെ ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകവും പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാട്ടിയിട്ടെടുക്കുക. വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിയും എല്ലാം തന്നെ നല്ല കളറൊക്കെ മാറി വന്നാൽ പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം നമ്മളെ ടൊമാറ്റോ പേസ്റ്റാണ്, കച്ചപ്പില്ലേ, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി നമുക്കിതൊന്ന് മാറ്റി വെക്കണം. നമ്മളെ മസാലയൊക്കെ നല്ലതുപോലെ തന്നെ ആയി സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് കുറച്ച് മല്ലിയില ഉണ്ടല്ലോ, മല്ലിയില ഇതേപോലെ പൊടിയായി അരിഞ്ഞത് നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മളെ മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി നോക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇനി നമ്മൾക്ക് വേറൊരു മസാല ഉണ്ടാക്കണം. അത് നമുക്ക് ഗ്രീൻ ചട്ടിനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ഒരു 3/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും അതിൻ്റെ കുറവായിട്ട് പുതിന ഇലയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 4 ചെറിയ ഉള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3-4 പച്ചമുളക്. എരിവുള്ളതായതുകൊണ്ടാണ് 4 പച്ചമുളക് എടുത്തത്. നിങ്ങൾക്ക് എരിവുണ്ടെങ്കിൽ 3 പച്ചമുളക് എടുത്താൽ മതി. അതും ചേർത്ത് കൊടുത്ത ശേഷം ഒരു വലിയ ചെറുനാരങ്ങൻ്റെ പകുതി ചെറുനാരങ്ങയും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഇത് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമല്ലോ, ചട്ടിനി, അതേപോലെ തന്നെ നമ്മൾക്കിതൊന്ന് ചട്ടിനി ആക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഗ്രീൻ ചട്ടിനി ആയിട്ട് നല്ല അടിപൊളി, നല്ല പുളിയും അതേപോലെ നല്ല എരിവൊക്കെയുള്ള ഒരു ചട്ടിനിയാണ്. മുട്ടയിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയൊക്കെ. ഇനി ഞാൻ 2 മസാലയും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിന് വേണ്ടി കുറച്ച് മുട്ട ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുട്ട എങ്ങനെയാണ് നമുക്ക് നിറച്ച് കൊടുക്കുക നമുക്ക് നോക്കാം. ഇതേപോലെ തന്നെ ഓരോ മുട്ട നമ്മൾക്ക് എടുക്കാം. മുട്ട എടുത്തതിന് ശേഷം ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് പോവാതെ ഒരു ഹാഫാക്കിയിട്ട് നമുക്ക് ഇതേപോലെ കീറി കൊടുക്കാം. കാരണം ഫുള്ളായിട്ട് കീറാൻ പാടില്ല, അന്നേരം നമ്മൾ മുട്ട 2 പകുതിയായി പോകും. ഇതേപോലെ ഇങ്ങനായിട്ട് ഇങ്ങനെ ഒന്ന് ഇതേപോലെ ഉള്ളത്തെ കരുവും ഇതൊക്കെ ആയിട്ട് ഒന്ന് തുറന്ന് കൊടുക്കുക. തുറന്ന് കൊടുത്തതിന് ശേഷം ഫസ്റ്റിൽ ഞാൻ അതിലേക്ക് നിറച്ച് കൊടുക്കുന്നത് നമ്മൾ ഉള്ളി മസാലയാണ്.
അത് ഇതിങ്ങനെ കീറിയത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കണം, നല്ലതുപോലെ തന്നെ മസാല പിടിക്കും. നല്ലതുപോലെ കൈകൊണ്ട് തന്നെ നമ്മൾ മസാലയൊക്കെ നിറച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഞാൻ നല്ലതുപോലെ മുട്ട ഫുള്ളായിട്ട് തന്നെ മസാലയൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണം പൊട്ടിപ്പോവാതെ. അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമ്മൾക്ക് വേറൊരു മുട്ടയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്, അതിലേക്ക് നമ്മൾ ഗ്രീൻ ചട്ടിനിയും കൂടി നമുക്ക് നിറച്ച് കൊടുക്കുക. ഇത് 2 ചട്ടിനിയും നിറച്ച് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന എല്ലാ മുട്ടയും ഞാൻ ഇതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അത് ഉണ്ടാക്കിയ ശേഷം നമുക്കിതൊന്ന് നോക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാകും. അതേപോലെ നമ്മളെ കടകളിലൊക്കെ വെക്കാനും അതേപോലെ നമ്മൾക്ക് സ്നാക്കായിട്ട് കഴിക്കാനൊക്കെ നല്ല ഒരു പലഹാരം തന്നെയാണ് ഇത്. മുട്ട കൊണ്ട് നമുക്ക് വേറെ ഒന്നും ഇത് ചെയ്യേണ്ട, ഇതേപോലെ തന്നെ പിഴുങ്ങി ഇതേപോലെ മസാലയൊക്കെ തേച്ച് കഴിച്ചാൽ മതി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്കും സപ്പോർട്ടും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് ലൈക്ക് തരണം. അതേപോലെ തന്നെ സപ്പോർട്ടും ഇഷ്ടപ്പെട്ടാൽ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ശരി, വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു.